നെക്സ്റ്റ് ചാപ്റ്ററാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. അതിലൊന്നാമത്തെ സബ് ഹെഡിങ് ഓർസ്റ്റഡ്സ് ഡിസ്കവറി. അപ്പോൾ കറണ്ടിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊക്കെ പണ്ട് കാലം മുതലേ തന്നെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് കറണ്ടിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയത്. അപ്പോൾ അദ്ദേഹം അതുപോലൊരു ലോങ് വയർ എടുത്തു. ഹി ടേക്കൺ എ ലോങ് വയർ ആൻഡ് ഹി അലൗഡ് കറണ്ട് ഐ ടു പാസ് ത്രൂ ദി ലോങ് വയർ. ഈ ലോങ് വയറിലൂടെ ഐ എന്ന് പറഞ്ഞ കറണ്ട് അയാൾ കടത്തിവിട്ടു. ആൻഡ് ഹി പ്ലേസ്ഡ് എ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ നിയർ ഇറ്റ്. ഈ സ്ട്രൈറ്റ് വയറിന് അടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ കാന്ത സൂചി ഇതിനടുത്ത് വെച്ചു. സോ കറണ്ട് ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഹി ഒബ്സർവ്ഡ് ദാറ്റ് ദി മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ അലൈൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഈ കോമ്പസ് നീഡിൽ ഒരു പ്രത്യേക ഡയറക്ഷനിൽ അണിനിരന്നു. അപ്പൊ ഈ കോമ്പസ് നീഡിൽ, അതായത് കാന്ത സൂചി ഒരു പ്രത്യേക ഡയറക്ഷനിൽ അണിനിരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഇപ്പൊ കടത്തിവിട്ട കറണ്ടാണ്, ഇതിലൂടെ കടത്തിവിട്ടത്, പക്ഷെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ലൈറ്റർ പിന്നീട് മൈക്കൽ ഫാരഡെ ഒരു കമ്പിച്ചൂടിലൂടെ, ഇതുപോലത്തെ ഒരു കമ്പിച്ചുറ്റിലൂടെ ഒരു കോമ്പസ് നീഡില് ഒരു കാന്തം ഇതുപോലത്തെ ഒരു വയർ ലൂപ്പിലൂടെ അദ്ദേഹം ഇതിന് ഇവിടെ ഒരു ഗാലോമീറ്റർ ഘടിപ്പിച്ചിട്ട് ഒരു മാഗ്നറ്റ് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ he realized that the presence ആ ഗാലോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു. ഇതുപോലത്തെ ഒരു വയർ ലൂപ്പ് അല്ലെങ്കിൽ കോയിൽ എന്ന് പറയാം. ഇങ്ങനെ കമ്പി ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോയിൽ എന്ന് പറയാം. അപ്പൊ ഈ കോയിലിന്റെ ഉള്ളിലൂടെ ഒരു മാഗ്നറ്റ് ഇങ്ങനെ കാണിച്ചപ്പോൾ ഇതിലൂടെ ഒരു ഗാലോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗാലോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടായെന്ന് അർത്ഥം. അപ്പോ മാഗ്നറ്റിക് ഫീൽഡില് വേരിയേഷൻ വന്നാൽ കറണ്ട് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ കറണ്ടിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. സോ ദേ ആർ മ്യൂച്വലി ഇന്റർ റിലേറ്റഡ്. അപ്പൊ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓർസ്റ്റഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്, നമ്മൾ അതിനെ ഓർസ്റ്റഡ് ഡിസ്കവർ എന്ന് പറയാ. ഈ ലോങ് വയറിലൂടെ കറണ്ട് കടത്തി വിട്ടപ്പോൾ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. അതായത് കറണ്ട് കടത്തിവിട്ടപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഉണ്ടായി. അപ്പൊ അതാണ് ഓർസ്റ്റഡ് ഡിസ്കവറി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കോ, വാട്ട് ഈസ് മീൻ ബൈ ഓർസ്റ്റഡ് ഡിസ്കവറി? അടുത്തൊരു ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഫാരഡേസ് എക്സ്പെരിമെന്റ്സ്. നിങ്ങൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മാഗ്നറ്റിക്സിൽ. ഇനി ഈ രണ്ട് എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബയോട്ട് ആൻഡ് സാവാർട്ട് എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകൾ ദേ ടേക്കൺ എ വയർ ലൂപ്പ്, അതായത് ഇതുപോലത്തെ ഒരു വയർ ലൂപ്പ് എടുത്തു. ഒരു വയർ ലൂപ്പ് ആൻഡ് ഇതിലൂടെ ഐ എന്ന് പറഞ്ഞ കറണ്ട് കടത്തിവിട്ടു. ദേ ടേക്കൺ എ സ്മോൾ എലമെന്റ്, ഒരു ചെറിയൊരു എലമെന്ററി ലെങ്ത് കൺസിഡർ ചെയ്തു. ഇവിടെ നിന്ന് പി അകലത്തില് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ദ ടു സയന്റിസ്റ്റ് ബയോട്ട് ആൻഡ് സവാർട്ട് ടേക്കൺ എ വയർ ലൂപ്പ്, ഒരു വയർ ലൂപ്പ് എടുത്തു. ആൻഡ് ദേ അലൗഡ് ദ കറണ്ട് ഐ ടു ഫ്ലോ ത്രൂ ദ വയർ ലൂപ്പ്. ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇതിൽ കടന്നു. ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ കണക്റ്റഡ് ബാറ്ററി, ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് കടന്നു. അപ്പോ so they taken a point P well inside the wire loop and they taken an elementary length dl. From the elementary length dl the distance is r. So the elementary magnetic field at P due to dl distance r from P carrying currents is found to be directly proportional to product of current
product of current and directly proportional to elementary length and sine of this angle. ഈ ആറും അതുപോലെ ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ സൈൻ ഓഫ് ദി ആംഗിൾ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. എന്നോട് പറയാം, ബയോട്ട് ആൻഡ് സവാർട്ട് എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുമാര് ഇതുപോലത്തെ ഒരു വയർ ലൂപ്പ് എടുത്തു. അതിലൂടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, പി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. പിയിൽ നിന്ന് ഇവിടെ ഒരു എലമെന്ററി ലെങ്ത് ഡി എൽ എന്ന് പറഞ്ഞ എലമെന്ററി ലെങ്ത് എടുത്തു. ഇവിടെ ഒരു പോയിന്റ് പി എടുത്തു. പിയും ഡി എല്ലും തമ്മിലുള്ള ദൂരം ആറാണ്. ഈ ആംഗിള് ഈ ആറും അതുപോലെ ഡി എല്ലും തമ്മിലുള്ള ആംഗിള് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്ററി ലെങ്ത് മൂലം പിക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദേ ഫൗണ്ട് ടു ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു elementary length dl, directly proportional to sine of the angle and inversely proportional to the square of the distance. Or you can write dB equal to a constant mu 0 by 4 pi ആണ് constant, idl sin theta by r square. So this is equation number 1 and this is called Biot-Savart law. This is called Biot-Savart law. എഴുതിക്കോ. മ്യൂസർ നിങ്ങൾക്ക് അറിയാം, പെർമിയബിലിറ്റി അല്ലേ? Biot, the two scientists Biot and Savart, the two scientists Biot and Savart taken a wire loop and a current I is allowed to flow through the wire loop. They consider a point P well inside the wire loop and taken an elementary length dl, distance r from P, making an angle theta with P. The elementary magnetic field at P due to dl, the elementary magnetic field at P due to dl carrying current I is found to be directly proportional to product of current, elementary length, sine of the angle and inversely proportional to square of the distance. That is equation is dB equal to mu 0 by 4 pi into ideal sin theta by r square, where mu 0 is called നെക്സ്റ്റ് സബ്ഹെഡിങ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രൈറ്റ് കണ്ടക്ടർ. നമ്മൾ ഇതുപോലത്തെ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ എടുക്കുന്നു. ഇതിലൂടെ ഐ എന്ന് പറഞ്ഞ കറണ്ട് കടന്നു പോകുന്നു. ലെങ്ത് എൽ എന്ന് വിളിക്കാം, ലെങ്ത് എൽ. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഈ കറണ്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒ ക്യു ആണ് കണ്ടക്ടറിന്റെ ലെങ്ത്, അതാണ് എൽ, ത്രൂ വിച്ച് കറണ്ട് ഐ ഫ്ലോസ്. കറണ്ട് ഐ എന്ന് പറഞ്ഞ കറണ്ട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി. ഈ സ്ട്രൈറ്റ് വയറിന്റെ ഈ ദൂരമാണ് ആർ എന്ന് പറഞ്ഞ ദൂരം. അവിടെ നിന്ന് നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. സോ ഇതിലൂടെ കറണ്ട് ആയി കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി, ഡിസ്റ്റൻസ് ആർ ഫ്രം the wire. For that we consider a small element dl. നമ്മളൊരു ഇത്തരം ചെറിയൊരു വലിപ്പമുള്ള ഒരു dl എന്ന് പറഞ്ഞൊരു ഭാഗം കൺസിഡർ ചെയ്യും. അതാണ് എഴുതിയിട്ടുള്ളത് dl. സോ ഈ dl-ലൂടെ പോകുന്ന കറണ്ടും I തന്നെയായിരിക്കും. സോ ദ ഡിസ്റ്റൻസ് ഫ്രം dl to p is s. dl നിന്ന് p യിലേക്കുള്ള ദൂരം s ആണെന്ന് വിചാരിക്കാം.
ഓക്കെ, ഡി യിൽ നിന്നും ക്യൂയിലേക്കുള്ള ദൂരം എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബയോട്ട്-സാവാർട്ടിൽ നമുക്ക് എഴുതാം ഡി ബി ഈക്വൽ ടു മ്യൂ 0 4 പൈ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അതിന് പകരം ഡി ബി ഈക്വൽ ടു മ്യൂ 0 4 പൈ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ, ഇതിലൊന്നും മാറ്റില്ല, ഐ മാറ്റില്ല, ഡി എല്ലും മാറ്റില്ല, കറണ്ട് ഐ തന്നെയാണ്, ഡി എൽ തന്നെയാണ്, സൈൻ തീറ്റ മാറ്റില്ല, സൈൻ തീറ്റ തന്നെ ബൈ ആർ സ്ക്വയറിന് പകരം ഈ ദൂരം എസ് ആണ്. സോ എസ് സ്ക്വയർ. നമുക്കറിയാം ഇതുപോലെ ട്രയാങ്കിളില് സൈൻ തീറ്റ ഈക്വൽ ടു ആർ ബൈ എസ്, സൈൻ തീറ്റ ഈക്വൽ ടു ആർ ബൈ എസ്, സൈൻ തീറ്റ ഈക്വൽ ടു ആർ ബൈ എസ്. എന്തോരും ഡി ബി ഈക്വൽ ടു മ്യൂ 0 4 പൈ ഇൻറ്റു ഐ ഡി എൽ ആർ ബൈ എസ് ക്യൂബ്, എസ് സ്ക്വയർ ഇൻറ്റു എസ്, എസ് ക്യൂബ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ, ആർ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ, ഓർ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ, ഓർ എസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓൾ റൈസ് ടു ഹാഫ്. ഇവിടെ ക്യൂബ് ആണ്, അപ്പൊ 3/2 വരും. ദർഫോർ ഡി ബി ഈക്വൽ ടു മ്യൂ 0 4 പൈ ഇൻറ്റു ഐ ഡി എൽ ആർ ബൈ എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. ഇനി നമുക്ക് ഇപ്പൊ ഡി എൽ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കിട്ടിയത്. നമുക്കിനി മൊത്തം വയർ, മൊത്തം എൻ്റെ ലെങ്ത് എൽ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ വയറിന്റെ ലെങ്ത് ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് വിചാരിക്കാം. ഇഫ് ദ വയർ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ് then we integrate from minus infinity to plus infinity. Therefore we write to get dB integral b equal to b, integral dB equal to b, b equal to ഞാൻ ഒരു സ്റ്റെപ്പ് കുറച്ച് എഴുതുന്നത് മ്യൂ 0/5 കോൺസ്റ്റന്റ് ആണ്, മ്യൂ 0/4 പൈ ഇൻറ്റു ഐ കോൺസ്റ്റന്റ് ആണ്, ആറും കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ ഡി എൽ ബൈ എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. അപ്പൊ ഞാനൊരു സ്റ്റെപ്പ് കുറച്ച് എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ എഴുതാം മ്യൂ 0/4 പൈ ബി ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മ്യൂ 0/4 പൈ ഇൻറ്റു ഐ ഡി എൽ ആർ സ്ക്വയർ ഐ ഡി എൽ ആർ divided by L square plus R square all raised to 3/2 എഴുതാം. സ്റ്റെപ്പ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ബി ഈക്വൽ ടു, ഇന്റഗ്രേറ്റ് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ മ്യൂ 0I/2πr എന്നാണ്. മ്യൂ 0I/2πr, മ്യൂ 0I/2πr. ഇപ്പൊ ഇന്റഗ്രേഷൻ ഇതിനെ ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. ഇന്റഗ്രേഷൻ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ട്, ചെയ്ത് നോക്കാം. ഓക്കെ, എഴുതിക്കോ. കൺസിഡർ എ സ്ട്രൈറ്റ് വയർ, കൺസിഡർ എ സ്ട്രൈറ്റ് വയർ, സ്ട്രൈറ്റ് കണ്ടക്ടർ carrying current I of length L. When a current I flows through the conductor, magnetic field is developed, and we have to find out magnetic field at the point P, distance r from the conductor. For that we take a small element of length dl through which same current I flows.
distance S from P. The elementary magnetic field at P, due to dl is given by Biot-Savart law as dB equal to mu 0 by 4 pi into I dl r by s cube. From the figure, or mu 0 by 4 pi into I dl, dB equal to mu 0 by 4 pi into I dl sin theta by s square equation. From the figure, sin theta equal to r by s. Therefore, there is a dB equal to mu 0 by 4 pi into I dl r by s cube. Also from the figure, r square plus l square equal to s square, or s equal to r square plus l square all raised to half. Therefore, above equation becomes dB equal to mu 0 by 4 pi into I dl r by l square plus r square all raised to 3 by 2. ഇവിടെ എഴുതാം ക്വസ്റ്റ്യൻ 2 വരെ. To get the entire magnetic field due to the wire, to get the total magnetic field, to get the total magnetic field due to entire length of the wire L, we integrate equation 2 within the limit of integration minus infinity to plus infinity. We get there is a B equal to mu 0 by 4 pi into I dl r divided by L square plus r square all raised to 3 by 2. First step is mu 0 I into r divided by 4 pi into integral minus infinity to plus infinity dl divided by L square plus r square all raised to 3 by 2. On integration and simplification, we get B equal to mu 0 I by 2 pi r. Okay.